ഹായ്, എല്ലാവർക്കും ട്യൂഷൻ അക്കാദമി സ്റ്റേൽ PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ഒരു മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ടോപ്പിക്കായ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇംഗ്ലീഷിലുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. വളരെ ലളിതമായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു ടാബിളൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും. എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, എന്താണ് ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യം അതേപടി പറയുന്നതിനെയാണ് എന്ത് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം ഒരാൾ പറഞ്ഞ കാര്യം നമ്മുടെ വാക്കുകളിലൂടെ പറയുമ്പോൾ അതെന്താവും, ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് മാറും. ഓക്കെ, രാമു സെഡ്, എന്താണ് കൊട്ടേഷൻ മാർക്ക് ഇട്ടെടുക്കുക, ഐ ആം busy. ഓക്കെ, ഇത് നമ്മളെങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും? രാമു സെഡ് ദാറ്റ് വരില്ല, ദാറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് കണക്ട് ചെയ്തു. ഓക്കെ, രാമു സെഡ് ദാറ്റ് ഹീ, ഐ എന്നുള്ളത് ഹീ ആയിട്ട് മാറി. ഇനി ആം എന്താവും, ഹി വാസ്, അവൻ ബിസി ആയിരുന്നു എന്നാണ് പറയേണ്ടത് അല്ലേ, ബിസി. ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. മനസ്സിലായല്ലോ എന്താണ് വ്യത്യാസം എന്നുള്ളത്? ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ തമ്മിൽ വ്യത്യാസം? ഈ കൊട്ടേഷൻ മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. ഡയറക്റ്റിൽ കൊട്ടേഷൻ വേണം, ഇൻഡയറക്റ്റിൽ കൊട്ടേഷൻ മാർക്ക് വേണ്ട. ഓക്കെ, കൊട്ടേഷൻ മാർക്ക് ഡയറക്റ്റിൽ വേണം, ഇൻഡയറക്റ്റിൽ വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാബിൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചേഞ്ചസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ടാബിൾ എടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസന്റ് വന്നപ്പോൾ സിമ്പിൾ പാസ്റ്റ് വന്നല്ലേ, V1 വന്നപ്പോൾ V2 വന്നു. ഹീ പ്ലേസ്, അവൻ കളിക്കുന്നു. ഹീ പ്ലേഡ്, അവൻ കളിച്ചുവായി. ഹീസ് പ്ലേയിങ്, അവൻ കളിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഞാൻ ആ ടെൻസിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് വരുമ്പോൾ ING ഫോം ആണ് യൂസ് ചെയ്യാന്നല്ലേ. ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. ഇനി അത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റും. അപ്പോൾ ഹി വാസ് പ്ലേയിങ്, അവൻ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാസ്, വേർ പ്ലസ് ING ഫോം. ഓക്കെ, ഇനി സിമ്പിൾ പാസ്റ്റ് V2 വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവും, ഹാർഡ് പ്ലസ് V3 ആവും. ഹി പ്ലേഡ്, അവൻ കളിച്ചു. ഹി ഹാർഡ് പ്ലേഡ്, അവൻ കളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഹാവ്, ഹാസ് പ്ലസ് V3, ഹാവ് ഓർ ഹാസ് പ്ലസ് V3. ഹി ഹാസ് പ്ലേഡ്, ഹി ഹാസ് പ്ലേഡ് എന്ന് വരുമ്പോൾ എന്താ വരിക, പാസ്റ്റ് പെർഫെക്റ്റ് വരും, ഹാർഡ് പ്ലസ് V3 വരും. ഹി ഹാർഡ് പ്ലേഡ് വരും, അവൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാസും ഹാവൊക്കെ വരുമ്പോൾ ഹാഡ് യൂസ് ചെയ്യും കേട്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരിക. ഓക്കെ, ഇനി വില്ലും ഷാളും വന്നാൽ വുഡും ഷുഡും ആവും. ഹി വിൽ പ്ലേ, ഹി വുഡ് പ്ലേ. ക്യാൻ, മേ വന്നാൽ എന്താവും, ഹി ക്യാൻ പ്ലേ. ക്യാനും മേയും വന്നാൽ കുഡും മൈച്ചും ആവും. ഹി ക്യാൻ പ്ലേ എന്നുള്ളത് ഹി കുഡ് പ്ലേ ആയിട്ട് മാറും. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് ഒന്നുമില്ല, നമുക്ക് ഈ ടെൻസ് മാറ്റി വെച്ചിട്ട് തന്നെ പറയാം. ഹി പ്ലേസ് എന്നുള്ളത് ഹി പ്ലേഡ് ആയിട്ട് മാറും. ഹീസ് പ്ലേയിങ് എന്നുള്ളത് ഹി വാസ് പ്ലേയിങ് ആയിട്ട് മാറും. ഹി പ്ലേഡ് എന്നുള്ളത് ഹി ഹാർഡ് പ്ലേഡ് ആയിട്ട് മാറും. ഹി ഹാസ് പ്ലേഡ് എന്നുള്ളത് ഹി ഹാർഡ് പ്ലേഡ് ആയിട്ട് മാറും. ഹി വിൽ പ്ലേ എന്നുള്ളത് ഹി വുഡ് പ്ലേ ആയിട്ട് മാറും. ഹി ക്യാൻ പ്ലേ എന്നുള്ളത് എന്തായിട്ട് മാറും, ഹി കുഡ് പ്ലേ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ടെൻസ് ചേഞ്ചസ്. ഇനി നമുക്ക് ടൈം ആൻഡ് പ്ലേസ് ചേഞ്ചസ് ഏതാ നോക്കാം. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലടാ, അതെന്താവും, ദെൻ എന്നുള്ള അപ്പോളായിട്ട് മാറും. നൗ എന്നുള്ളത് ഇപ്പോളാകുമ്പോൾ ദെൻ എന്നുള്ളത് അപ്പോളായിട്ട് മാറും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറും. ഓക്കെ, ഇന്ന് എന്നുള്ളത് അന്നായിട്ട് മാറും. ടുമാറോ, നാളെ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ, ദ ബിഫോർ ഡേ ആയിട്ട് മാറും. അത് പ്രീവിയസ് ഡേ. ഓക്കെ,
ഹിയർ എന്നുള്ളത് there ആയിട്ട് മാറും, ദിസ് ഉള്ളത് that ആയിട്ട് മാറും, എഗോ എന്നുള്ളത് ബിഫോർ ആയിട്ട് മാറും. അപ്പോൾ ടൈം ആൻഡ് പ്ലേസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് വെർബിങ് ചേഞ്ച് ആണ്. ഈ ഒരു ടാബിൾ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക കേട്ടോ. ഈ ഒരു ടാബിൾ ഓർമ്മിച്ച് വെച്ചാൽ തന്നെ നമുക്ക് എന്താവും എളുപ്പത്തിൽ ഇൻഡയറക്റ്റും ഡയറക്റ്റും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വെർബ് എങ്ങനെ ചേഞ്ച് ആവുന്നത് നോക്കാം. സെഡ് വരുമ്പോൾ സെഡ് തന്നെ അല്ലടാ വരിക. സെഡ് വരുമ്പോൾ എന്ത് വരും? സെഡ് തന്നെ വരും അല്ലേ. സെഡ് വരുമ്പോൾ സെഡ് വരും. അതിന് പിന്നെ മാറ്റമുണ്ടോ? ഇല്ല. സെഡ് വരുമ്പോൾ സെഡ് വരും. ഡയറക്റ്റിൽ സെഡ് ആവുമ്പം സെഡ് ദാറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സെയ്സ് വരുമ്പം എന്താണ് വരിക? സെയ്സ്. ഇപ്പം രാമു സെയ്സ് ആണല്ലേ. രാമു സെയ്സ് ഐ ആം ബിസി. ഓക്കെ, ഇത് നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പം ഈ സെയ്സ് വന്നതുകൊണ്ട് നമ്മൾ അത് സെഡാക്കി മാറ്റുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെയ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഇതിനുള്ളിലുള്ള ടെൻസ് ചേഞ്ച് ആവില്ല. അപ്പോൾ ഐ ആം ബിസി, ഞാൻ ബിസി ആകുന്നു എന്നുള്ളത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ എന്താവും? ഹീ ഈസ് ബിസി ആവും. ഹീ ഈസ് ബിസി ആയിട്ട് മാറും. ഓക്കെ, ഐ ആം ബിസി എന്നുള്ളത് ഹീ ഈസ് ബിസി ആയിട്ട് മാറും. അല്ല, ചേഞ്ച് ഇവിടെ വ്യത്യാസമാവുന്നുണ്ടോ? ഇല്ല, അവൻ ബിസി ആകുന്നു, അത്രയേ ഉള്ളൂ. സെയ്സിന് എന്താവില്ല? ടെൻസ് ചേഞ്ച് ആവില്ല. ഇനി അടുത്തത് നോക്കാം. സെയ്സ് ടു ആണ് വന്നതെങ്കിൽ, ഓക്കെ, സെയ്സ് ടു ആണ് വന്നതെങ്കിൽ അത് ടെൽസ് ആയിട്ട് മാറും. ഓക്കെ, സെയ്സ് ടു ആണ് വന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് പോകുമ്പോൾ അതെന്താവും? ഇൻഡയറക്റ്റിലോട്ട് പോകുമ്പോൾ അത് ടെൽസ് ആയിട്ട് മാറും. ഓക്കെ, സെയ്സ് ടു ആണെങ്കിൽ ഇൻഡയറക്റ്റിലോട്ട് മാറുമ്പോൾ അത് ടെൽസ് ആയിട്ട് മാറും. അത് വ്യത്യാസം കിട്ടും. ഇനി എന്താണ്? സെഡ് ടു എന്നുള്ളത് ആസ്ക്ഡ് ആയിട്ട് മാറും. സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആയിട്ട് മാറും കേട്ടോ. സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് വെർബിങ് ചേഞ്ച്. ടോൾഡ് ആയിട്ട് മാറും. ടോൾഡ് ആയിട്ട് മാറും. ഇനി ചോദ്യമാണെങ്കിൽ അതെന്താവിടെ? ആസ്ക്ഡ് ആയിട്ട് മാറും. ഓക്കെ, ആസ്ക്ഡ് ആയിട്ട് മാറും. ഇത്രയും മനസ്സിലായല്ലോ. വെർബിങ് ചേഞ്ചും കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെയ്സ് ടു എന്തായിട്ട് മാറും? ടെൽസ് ആയിട്ട് മാറും. സെഡ് ടു ടോൾഡ് ആയിട്ട് മാറും. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആസ്ക്ഡ് ആയിട്ട് മാറും. സെഡിന് മാറ്റമൊന്നുമില്ല കേട്ടോ, സെഡ് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഡയറക്റ്റ് സ്പീച്ചിലെ കോമയും കൊട്ടേഷനും മാറ്റി പകരം ദാറ്റ് ചേർക്കണം. അത് അറിയില്ലേ? ദാറ്റ് ആണ് ലിങ്കിങ് വേർഡ്. ഇനി നമുക്ക് പ്രോണൗൺസിലെ മാറ്റങ്ങൾ നോക്കാം കേട്ടോ. നമുക്ക് പ്രോണൗൺസിലെ മാറ്റങ്ങളും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ അവിടെ ഫുള്ളാവും. ഓക്കെ, ഇനി പ്രോണൗൺസിലെ മാറ്റം നോക്കാം. ഐ എന്താവുക? ഐ ഹീ ആയിട്ട് മാറും. വി ദേ ആയിട്ട് മാറും. മൈ ഹീസ് ഓർ ഹെർ ആയിട്ട് മാറും. യു ഹീ ഓർ ഷീ ഓർ തേ ആയിട്ട് മാറും, സന്ദർഭത്തിനനുസരിച്ചിട്ടോ. ഇനി നമുക്ക് സ്ഥലത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്ന വാക്കുകളും കൂടെ നോക്കാം. അതും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും കേട്ടോ. എന്താണ്? ദിസ് ദാറ്റ് ആവും. ദിസ് ദാറ്റ് ആവും. ദീസ് ദോസ് ആവും. ഹിയർ
there ആവും. now നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, then ആവും. today that day ആവും. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള ടെൻസ് മാറ്റം, വെർബ് മാറ്റം, ലിങ്കിങ് വേർഡ്, പ്രൊണൗൺ മാറ്റം, എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻസർ കമൻറ്റ് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എന്താണ്? ഷീ സെഡ് ഐ ആം ഹാപ്പി ടുഡേ. ഷീ സെഡ് ഐ ആം ഹാപ്പി ടുഡേ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലോട്ട് മാറ്റി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ടാബിൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക കേട്ടോ. എങ്ങനെയാണ് ടെൻസ് ചേഞ്ച് ആവുന്നത് എന്നുള്ളതും ടൈമും പ്ലേസും ചേഞ്ച് ആവുന്നത് എന്നുള്ളത് ഈ ടാബിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെൻസ് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ടെൻസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ ടെൻസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. അതും കൂടെ നിങ്ങൾ കാണാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം താങ്ക് യു ഓൾ.